യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, പ്രഭാഷകന്റെ ഗ്രന്ഥം 38-39 അധ്യായങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ ചേർത്തുണ്ടാക്കിയ ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വൈദ്യനെ ബഹുമാനിക്കുക. നിനക്ക് അവനെ ആവശ്യമുണ്ട്. കർത്താവാണ് അവനെ നിയോഗിച്ചത്. പ്രഭാഷകൻ 38:1 തുല്യമായ മറ്റൊരു വചനഭാഗം ഏതാണ്? ഉത്തരം പ്രഭാഷകൻ 38:12. വൈദ്യന്റെ ജ്ഞാനം എവിടെ നിന്നാണ് വരുന്നത്? ഉത്തരം അത്യുന്നതനിൽ നിന്ന്. വൈദ്യന്റെ ജ്ഞാനം അത്യുന്നതനിൽ നിന്നാണ് വരുന്നത്. വൈദ്യനെ ഉന്നതനാക്കുന്നത് എന്താണ്? ഉത്തരം വൈദ്യന്റെ വൈഭവം. വൈദ്യന്റെ വൈഭവമാണ് അവനെ ഉന്നതനാക്കുന്നത്. മഹാന്മാർ പ്രശംസിക്കുന്നത് ആരെയാണ്? ഉത്തരം വൈദ്യനെ. കർത്താവ് മനുഷ്യർക്ക് സിദ്ധികൾ നൽകിയത് എന്തിനാണ്? ഉത്തരം മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന്. മിശ്രിതം ഉണ്ടാക്കുന്നത് ആരാണ്? ഉത്തരം ഔഷധ നിർമ്മാതാവ്. ഭൂമുഖത്ത് അവിടുന്ന് എന്താണ് വ്യാപിപ്പിക്കുന്നത്? ഉത്തരം ആരോഗ്യം. വൈദ്യസഹായം തേടേണ്ടി വരുന്നത് ആർക്കാണ്? ഉത്തരം സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന്. സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും. മരിച്ചവന്റെ മൃതദേഹം എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത്? ഉത്തരം സമർഹമായി. പൂരിപ്പിക്കുക. നിന്റെ കരച്ചിൽ ഡാഷും വിലാപം ഡാഷുമായിരിക്കട്ടെ. ഉത്തരം വേദനാപൂർണവും തീഷ്ണതയുള്ളതും. നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീഷ്ണതയുള്ളതുമായിരിക്കട്ടെ. പ്രഭാഷകൻ 38:18 ദുഃഖത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു. ശക്തി കെടുത്തുന്നത് എന്താണ്? ഉത്തരം ഹൃദയവേദന. ഹൃദയവേദന ശക്തി കെടുത്തുന്നു. ദരിദ്രന്റെ ജീവിതം എപ്രകാരമുള്ളതാണ്? ഉത്തരം ഹൃദയഭാരം നിറഞ്ഞതാണ്. പ്രഭാഷകൻ 38:19. പ്രഭാഷകൻ 38:20 പ്രകാരം ജീവിതാന്തമോർത്ത് അകറ്റിക്കളയേണ്ടത് എന്തിനെയാണ്? ഉത്തരം ദുഃഖത്തെ. ജീവിതാന്തമോർത്ത് ദുഃഖത്തെ അകറ്റിക്കളയണം. പ്രഭാഷകൻ 38:22 ഉദ്ധരിക്കുക. ഉത്തരം എന്റെ അവസാനം അനുസ്മരിക്കുക. നിന്റേതും അപ്രകാരം തന്നെ. ഇന്നലെ ഞാൻ, ഇന്ന് നീ. പണ്ഡിതന്റെ വിജ്ഞാനം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഉത്തരം വിശ്രമത്തെ. പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. എപ്പോഴാണ് ജ്ഞാനം ലഭിക്കുന്നത്? ഉത്തരം വ്യഗ്രതകൾ ഒഴിഞ്ഞാൽ. വ്യഗ്രതകൾ ഒഴിഞ്ഞാലാണ് ജ്ഞാനം ലഭിക്കുന്നത്. ആരുടെ കണ്ണുകളാണ് പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ പതിയുന്നത്? ഉത്തരം ഇരുമ്പ് പണിക്കാരന്റെ കണ്ണുകൾ. ആരുടെ പ്രയത്നമാണ് എണ്ണം നോക്കി നിർണയിക്കുന്നത്? ഉത്തരം കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്ന കുശവന്റെ. കുശവൻ എന്തിലൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? ഉത്തരം മിനുക്കുന്നതിലും തീച്ചൂള വൃത്തിയാക്കുന്നതിലും. മിനുക്കുന്നതിലും തീച്ചൂള വൃത്തിയാക്കുന്നതിലും കുശവൻ ശ്രദ്ധിക്കുന്നു. കരവിരുതിനെ ആശ്രയിച്ചിരിക്കുന്നവരും താന്താങ്ങളുടെ തൊഴിലിൽ സമർത്ഥരുമായിരിക്കുന്നവർ ആരൊക്കെയാണ്? ഉത്തരം കൊത്തുപണിക്കാർ, കരവേല വിദഗ്ധർ, ഇരുമ്പ് പണിക്കാരൻ, കുശവൻ. ലോകത്തിന്റെ ഘടന നിലനിർത്തുന്നത് ആരാണ്? ഉത്തരം കൊത്തുപണിക്കാർ, കരവേല വിദഗ്ധർ, ഇരുമ്പ് പണിക്കാരൻ, കുശവൻ. വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നത് ആരാണ്? ഉത്തരം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. ആരാണ് നന്മ തിന്മകൾ വേർതിരിച്ചറിയുന്നത്? ഉത്തരം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. ആര് കനിഞ്ഞാലാണ് ജ്ഞാനത്തിന്റെ ചൈതന്യം അവനിൽ നിറയുന്നത്? ഉത്തരം സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എപ്രകാരമാണ് കർത്താവിന് നന്ദി പറയുന്നത്? ഉത്തരം വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം. ആരുടെ നാമമാണ് തലമുറകളിലൂടെ ജീവിക്കുന്നത്? ഉത്തരം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവന്റെ നാമം. ജനതകൾ അവന്റെ വിജ്ഞാനം പ്രഘോഷിക്കും, സമൂഹം അവന്റെ സ്തുതി ഉദ്ഘോഷിക്കുമെന്ന് പ്രഭാഷകൻ 39:10 ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവനെ കുറിച്ച്. പ്രഭാഷകൻ 39-ാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം എന്താണ്? ഉത്തരം ദൈവത്തിനു സ്തുതി. എന്റെ വാക്ക് കേട്ട് അരുവിക്കരയിലെ പനിനീർച്ചിടി പോലെ മുട്ടിടുവിനെന്ന് പ്രഭാഷകൻ 39:13 ആരോടാണ് പറയുന്നത്? ഉത്തരം വിശ്വസ്തന്മാരായ പുത്രന്മാരോട്. കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവിൻ എന്ന് പറഞ്ഞതിന് ശേഷം പ്രഭാഷകൻ എന്താണ് പറയുന്നത്? ഉത്തരം സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യുവിൻ. പ്രഭാഷകൻ 39:15. എപ്പോഴാണ് ജലം കുന്നുകൂടിയത്?
ഉത്തരം അവിടുന്ന് അരുളി ചെയ്തപ്പോൾ. നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നതും വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുകയും ചെയ്യുന്നത് എന്താണ്? ഉത്തരം അവിടുത്തെ അനുഗ്രഹം. കർത്താവിന്റെ അനുഗ്രഹമാണ് നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നതും വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുകയും ചെയ്യുന്നത്. അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ സംഭവിക്കുന്നത് എന്താണ്? ഉത്തരം ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകും. വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം എപ്രകാരമുള്ളതാണ്? ഉത്തരം ഋജുവാണ്. അവിടുത്തെ മാർഗം പ്രതിബന്ധങ്ങൾ നിറഞ്ഞതായിരിക്കുന്നത് ആർക്കാണ്? ഉത്തരം ദുഷ്ടർക്ക്. കോപാവേശത്താൽ ആഞ്ഞടിക്കുന്നത് എന്താണ്? ഉത്തരം പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ എപ്പോൾ എങ്ങനെയാണ് സൃഷ്ടാവിന്റെ കോപം ശമിപ്പിക്കുന്നത്? ഉത്തരം സംഹാര മുഹൂർത്തത്തിൽ ശക്തി മുഴുവൻ ചൊരിഞ്ഞ്. എന്തിനെക്കുറിച്ചാണ്? അവിടുത്തെ കൽപ്പനയിൽ അവ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യ നിർവഹണത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു. സമയം വരുമ്പോൾ അവ അവിടുത്തെ വാക്ക് ലംഘിക്കുകയില്ല എന്ന് പ്രഭാഷകൻ 39:31 പ്രതികാരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയെ കുറിച്ച്. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് പ്രഭാഷകൻ 39:35 പറയുന്നത്? ഉത്തരം അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച് കർത്താവിന്റെ നാമം വാഴ്ത്തുവിൻ.